എൻ്റെ വീട്ടിൽ നിന്ന് 48 ലക്ഷം രൂപ വരെ ആഭരണങ്ങൾ കാണാതായി പോയി. അങ്ങനെ കോടിക്കണക്കിന് എൻ്റെ ലാൻഡുകളൊക്കെ വേറെ ആൾക്കാർ അതെടുത്ത് തിരിച്ച് വേറെ ആർക്കോ വിറ്റിട്ടുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഷീലാമ്മ, നമുക്കറിയാം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാലഘട്ടമുണ്ടല്ലോ, ആ സമയം തൊട്ട് നസീർ, നമ്മുടെ സത്യൻ, ആ കാലഘട്ടം മുതൽ ഉള്ള ഒരു നടിയാണ് ഷീലാമ്മ. ഇപ്പോഴും നല്ല വയസ്സായെങ്കിലും ഇപ്പോഴും വളരെ സുന്ദരിയാണ് കാണാൻ എന്നുള്ളതാണ്. എപ്പോഴും ഒരുങ്ങിച്ചമഞ്ഞ് എപ്പോഴും ഇപ്പോഴും ഒരു യങ്ങായിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഇത്രയും കാലഘട്ടത്തിൽ ഇപ്പൊ ഷീലാമ്മയും ഉണ്ട്, മധുവും ഉണ്ട്, രണ്ടുപേരും കട്ടക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഷീലാമ്മയുടെ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഷാജി പാപ്പർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഷീലാമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, തൻ്റെ വീട്ടിൽ 5 വേലക്കാരികൾ ഉണ്ടായിരുന്നു. ഈ 5 വേലക്കാരികളിൽ ആരാണെന്ന് അറിയില്ല, എൻ്റെ 48 ലക്ഷം രൂപ 48 ലക്ഷം രൂപ വില വരുന്ന സ്വർണങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഓക്കെ, അതിനോടൊപ്പം എൻ്റെ വസ്തുക്കൾ പലരും എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്നൊരു ഇന്റർവ്യൂ. അതിനകത്ത് ആ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പറയുന്നത് ഈ തള്ളുന്നതാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ്. മൊത്തം തള്ളാണ്, ഇത് എന്തൊരു തള്ള് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം. അതിനുശേഷം പറയുന്നത് തള്ളാണോ അതോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എൻ്റെ വീട്ടിൽ നിന്ന് 48 ലക്ഷം രൂപ വരെ ആഭരണങ്ങൾ കാണാതായി പോയി. 48 ലക്ഷം രൂപ വരെ ആഭരണങ്ങളാണ്. ഇത് മറ്റേ ഈ ബെഡ്റൂമിൽ തന്നെ, ഈ വീട്ടിൽ വെച്ച് അന്ന് ആ സമയത്ത് എനിക്ക് 5 ജോലിക്കാരികളുണ്ടായിരുന്നു. എൻ്റെ ബെഡൊക്കെ ഇടാൻ ഒരുത്തി വരും, എനിക്ക് കോഫി ഇടാനായിട്ട് ഒരുത്തി വന്ന് കോഫി കൊടുക്കും, പിന്നെ എന്തെങ്കിലും ആരെങ്കിലും വന്നാന്ന് വരും, പിന്നെ എൻ്റെ ലെറ്റർസിന് വന്നാൽ 5 പേരുണ്ടായിരുന്നു. ഞാൻ ആരെ പറയാനാ? ആരെ എടുത്തു എനിക്ക് എങ്ങനെ അറിയാം? മനസ്സിലായല്ലോ. ഈ നിൽക്കുന്ന വീട്ടിൽ വെച്ച് ഇതൊരു 6 കൊല്ലം മുമ്പുള്ള സംഭവമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് 48 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കളവ് പോയി, ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. 6 ഈ പറയുന്ന 5 പിന്നീട് സർവന്റ് ഉണ്ടായിരുന്നു, അവർ ബെഡ് വിരിക്കാനും അല്ലെങ്കിൽ ആഹാരം കൊണ്ട്, അങ്ങനെ 5 സർവന്റുകൾ ഉണ്ടായിരുന്ന വീട് ഒത്തിരി കൂടിപ്പോയില്ലേ എന്നുള്ളതാണ്. ശരി, ഓക്കെ, അത്രയ്ക്ക് വേണമായിരിക്കും. അപ്പൊ ഞാൻ ആരെ പറയാനാണ് എന്നാണ് ഞാൻ പിന്നെ ഷീലാമ്മ ചോദിച്ചു. ഞാൻ ആരെ പറയാൻ? താങ്കൾ ആരെ പറയേണ്ട? ഒരു കേസ് കൊടുത്താൽ മതി എന്നുള്ളതാണ് നമ്മളെല്ലാവർക്കും വരുന്ന മനസ്സിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ? അതിനെ കുറിച്ചും പറയുന്നുണ്ട് എന്നുള്ളതാണ്. കേൾക്കാം. എന്ത് പാടുപെട്ടാണ് ഞാൻ 48 ലക്ഷം ഉണ്ടാക്കിയെന്നറിയോ? ഇന്നത്തെ കാലം പോലെയൊക്കെ ഒരു പടത്തിൽ അഭിനയിച്ച 1 കോടി 2 കോടി എന്നൊക്കെ പറയുന്ന പോലെയല്ല. അന്ന് ഞങ്ങൾക്കൊക്കെ ആയിരങ്ങളാണ്. അങ്ങനെ ഉണ്ടാക്കിയ ആഭരണങ്ങൾ. ഞാനൊരു ഞാൻ എപ്പോഴും എല്ലാ ആഭരണങ്ങളും ഞാൻ ലോക്കറിലേ വെക്കത്തുള്ളൂ. അതൊരു കല്യാണ സീസൺ ആയതുകൊണ്ട് ഞാൻ പല കല്യാണങ്ങൾക്ക് പോകേണ്ടി വന്നു. ഈ ആഭരണം ഇട്ടുകൊണ്ട് അടുത്ത കല്യാണത്തിന് പോകാനൊക്കെ ഇല്ലല്ലോ, അപ്പൊ വേറെ ആഭരണം ഉണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നതായത്. ഓക്കെ, അതായത് പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഇപ്പോഴൊക്കെയാണ് ലക്ഷങ്ങളും കോടികളും, പക്ഷെ കോടികളാണ് അവരുടെ വരുമാനം കൊടുക്കുന്നത്. പണ്ടൊക്കെയാണെങ്കിൽ ആയിരങ്ങളായിരുന്നു. പണ്ടത്തെ 1000-ന് ഇപ്പോഴത്തെ കോടികൾക്കൊക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന സാധനമാണ് 48 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു 6 കൊല്ലം മുമ്പുള്ള ഒരു വില അനുസരിച്ച് നോക്കണമെങ്കിൽ ഒരു 30-35 പവൻ ഓളം വരും. അതൊരു കല്യാണ സീസൺ ആയിരുന്നു. ആ സീസണിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന ആഭരണങ്ങൾ അടുത്ത കല്യാണത്തിന് ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ നോട്ട് ചെയ്യും. അതുകൊണ്ട് ഇവർ മാറ്റി ഇട്ടുകൊണ്ട് പോകും എന്നുള്ളതാണ്. മനസ്സിലായി? അതാണ് അവർ പറയുന്നത്. മാറ്റി ഞാൻ ലോക്കറിലാണ് വെച്ചിരുന്നത്. കല്യാണ സീസണാണ്, ലോക്കറിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചു. ഓക്കെ, ഓരോ കല്യാണത്തിനും ഓരോ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് പോയത്. മിക്കവാറും ഇവിടെയൊക്കെ ഈ പറയുന്ന ഗോൾഡ് കവറിങ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഷീലാമ്മ ഒറിജിനൽ സ്വർണ്ണമാണ് ഇട്ടുകൊണ്ട് പോയത്. ബാക്കി ഇപ്പൊ ഇവർ 5 പേര് വന്നു. എന്നിട്ട് ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് വന്ന് എല്ലാ റൂമുകളൊക്കെ നോക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ബെഡ്റൂമിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഡ്രസ്സിങ് റൂമുണ്ട്, എൻ്റെ മേക്കപ്പ് റൂമുണ്ട്. അതിന് പുറത്തു വരാനായിട്ട് അവിടെ ഒരു വാതിൽ കണ്ടില്ല, പുറത്തു വരാൻ അത് എപ്പോൾ അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. പോലീസ് വന്ന് കിടക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് പറയുന്നത് അതിൻ്റെ താഴൊക്കെ തുറന്നു വെച്ചിരിക്കും. ഇവിടെ അടിച്ചു വരുമ്പോൾ അവർ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പുറത്ത് പോകുമ്പോൾ അവർ അത് തുറന്നിട്ട് പുറകെ കൂടെ വന്ന് എടുത്തോണ്ട് പോയി. അതായത് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ കംപ്ലൈന്റ് കൊടുക്കാതിരുന്നില്ല, പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് വന്ന് നോക്കിയപ്പോൾ ഇവരുടെ ബെഡ്റൂമിനോട് ചേർന്ന് അവർക്ക് ഒരു മേക്കപ്പ് റൂമുണ്ട്. അതിന് പുറത്തോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട്, ഒരു വാതിലുണ്ട്. ആ വാതിൽ അടിച്ചു വാരാനൊക്കെ വരുന്നവർ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതായത് ഷീലാമ്മ ഇല്ലാത്ത സമയത്ത് പോലും സർവന്റിനകത്ത് കയറാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ബെഡ്റൂം.
എന്ത് ബെഡ്റൂം ആണെന്ന് എനിക്ക് മനസ്സിലായത്, എന്ത് മേക്കപ്പ് റൂം ആണെന്ന് അറിഞ്ഞൂടാ. അതായത് മെയിൻ വാതിൽ അല്ലാതെ മറ്റൊരു വാതിൽ, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ബാക്കി ആരാന്നറിയില്ല. ഈ 5 പേരെയും പോലീസുകാർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിച്ച് ഇങ്ങനെ ഏത് രീതിയിൽ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതിൽ ഒരാളല്ലേ എടുക്കും, ബാക്കി 4 പേരും നിരപരാധികളല്ലേ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ദയവായിട്ട് വിട്ടേക്ക്, ഇനി പോയാലും പോട്ടെ, ഇവരൊക്കെ എൻ്റെ കൂടെ കുറേ കാലം ജോലി ചെയ്യുന്നവരാണ്, ഒരാളേതോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇവിടെയാണ് നമുക്ക് ചെറിയൊരു എതിരഭിപ്രായം വരുന്നത്. അതായത് പോലീസുകാർ വന്നു, പോലീസുകാർ ഈ പറയുന്ന 5 സർവന്റിനെയും കൊണ്ടുപോയി പല രീതിയിൽ ചോദ്യം ചെയ്തു. അവർക്ക് ഇതിന് തുമ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ ഷീലാമ്മ പറഞ്ഞു, ഈ 5 പേരും കൂടി എടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരാളല്ലേ എടുത്തിട്ടുള്ളത്. അപ്പൊ മറ്റുള്ളവരെ ഈ പറയുന്ന എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്, ആ ഒരു സങ്കടം മൂലം എനിക്ക് ആ കേസ് വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ നമുക്ക് ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരാളാണ് എടുത്തത്, നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? ചിലപ്പോൾ 5 കൂടി ചെയ്ത് പ്ലാൻ ആണെങ്കിലോ അതുമല്ല, ഈ പറയുന്ന 35 പവൻ പോയത് വരെ താങ്കൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. പോലീസുകാർക്ക് ഈ പറയുന്ന താങ്കളെ പോലുള്ള ഒരാൾ പരാതി കൊടുക്കുന്നു, 48 ലക്ഷം രൂപയുടെ മുതൽ പോയെന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നു. ഓക്കെ, അല്ല സോറി, അന്നത്തെ വിലയിൽ ഞാൻ 35 പവൻ അല്ല, അന്നത്തെ വിലയിലാണെങ്കിൽ 48 ലക്ഷം, അന്നത്തെ വിലയിൽ ഏതാണ്ട് 40 പവന് മേളിലോട്ട് വരും, 40-45 പവന് മേളിലോട്ട് വരും. കാരണം എന്താണ് ഈ പറയുന്ന വില അന്ന് കുറവായിരുന്നു. അപ്പൊ 45 ആ പവനോടെ ഏതാണ്ട് 50 പവൻ വെക്കുക, ഉദാഹരണം ഒരു 50 പവൻ വെച്ച് കഴിഞ്ഞാൽ ഈ 50 പവൻ അടിച്ചുകൊണ്ട് പോയിട്ട് താങ്കളൊരു പിന്നീട് പോലീസ് കേസ് കൊടുക്കുന്നു. പോലീസ് വന്ന് ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് തെളിവൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ. ഇത് വളരെ ഈസിയാണ്. സ്വർണ്ണമൊക്കെ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ അത് കണ്ടെത്താൻ വളരെ ഈസിയാണ് എന്നുള്ളതാണ്. കാരണം അതൊരു മുതലാണ്, മനസ്സിലായോ? ആ സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ കൊണ്ട് വിറ്റെന്നറിയാം അവർക്ക്. എങ്ങനെ, അത് വളരെ ഈസിയാണ്. മറ്റുള്ളത് പോലെ കൊലപാതകം തെളിയിക്കലും മോഷണം തെളിയിക്കുക അങ്ങനെയല്ല. നമ്മളൊരു വീട്ടിൽ നമ്മുടെ ഒരു സെർവന്റ് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ, ഇങ്ങനെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ പോലീസിന് അത് തെളിയിക്കാൻ വളരെ ഈസിയാണ്. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവർ എവിടേക്ക് പോയി പണയം വെച്ചിട്ടുണ്ട്, വളരെ ഈസിയാണ്. പോലീസിനെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നു എന്നുള്ളത് 5 വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കാം. അപ്പോൾ എന്നിട്ടും പോലീസിന് തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവർ എടുത്തിട്ടില്ല എന്നുള്ളതല്ലേ. അവിടെയാണ് ഒരു ചെറിയ വിഷയം. അതുകൊണ്ടാണ് ഈ തള്ളെന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റാത്തത് എന്നുള്ളത്. ബാക്കി അങ്ങനെ വെച്ചാൽ എനിക്കിതുപോലെ ഒരുപാട് ലാൻഡൊക്കെ പോയിട്ടുണ്ട്. ലാൻഡില്ലേ, ഞാൻ മേടിച്ചു വെച്ച ലാൻഡ് തന്നെ ഞാൻ ഭയങ്കര ബിസി ആയിക്കൊണ്ടെന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ആണുകളായിട്ട് ആരും, എല്ലാ സിസ്റ്റേഴ്സാണ് എനിക്ക്. അപ്പോൾ അത് നോക്കാൻ ആളില്ലാതെ അങ്ങനെ കോടിക്കണക്കിന് എൻ്റെ ലാൻഡുകളൊക്കെ വേറെ ആൾക്കാർ അതെടുത്ത് തിരിച്ച് വേറെ ആർക്കോ വിറ്റിട്ടുണ്ട്. ഇത് ഞാൻ എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ പറയുന്നു സ്വർണത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു ചെറിയൊരു വിശ്വാസ്യത കുറവാണ്. അടുത്ത ലാൻഡ് കോടിക്കണക്കിന് വസ്തുക്കൾ എന്റെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബാബർ നോക്കണമെങ്കിൽ നമുക്ക് മോട്ടിച്ചോണ്ട് പോയി, വസ്തു എങ്ങനെ മോട്ടിച്ചോണ്ട് പോകുന്നു എന്നുള്ളൊരു ലോജിക്കായിട്ടൊരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ഇനി എങ്ങനെ വസ്തു മോഷണം പോയി എന്നുള്ളതും ഈ നമ്മുടെ ഷീലാമ്മ പറയുന്നുണ്ട്, കേൾക്കാം. കാരണം ഷീലാമ്മയ്ക്ക് തന്നെ എന്നോട് വേറെ ഒരാൾ പറഞ്ഞു കേട്ടത്, ഷീലാമ്മ കുറെ സ്ഥലങ്ങൾ എവിടേക്കോ മേടിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ ഷീലാമ്മയ്ക്ക് ഓർമ്മയില്ല. അല്ലാതെ ഓർമ്മയില്ല എന്നല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് പോയി ഇപ്പൊ ഈ അഭിനയൊക്കെ നിർത്തിയൊക്കെ പോയി നോക്കുമ്പോ അവിടെയൊക്കെ വേറെ ആരോ വീട് കെട്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആങ്കർ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു വാരം മുമ്പ് വന്നിട്ടുണ്ട്, പലയിടത്ത് പൈസ ഉള്ളപ്പോൾ നമ്മൾ പലയിടത്തും വാങ്ങിച്ചിട്ട് നമുക്ക് ഓർമ്മ കാണത്തില്ല എവിടെയൊക്കെ വാങ്ങിച്ചിടും എന്നുള്ളത്. അപ്പോ ഷീലാമ്മ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പൊ അവിടെ പോയപ്പോൾ പലരും വീട് വെച്ച് കെട്ടിയിരിക്കുന്നു. അല്ല, നിങ്ങൾ പ്രമാണം ചെയ്യാതെയാണോ സാധനം വാങ്ങിച്ചത്? അതുകൊണ്ട് അതോട് ചോദിക്കണം. നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറമ്പോക്കോ അല്ല അവിടെ വാങ്ങിച്ചത്, ആരെങ്കിലും പറ്റിച്ചാണോ വാങ്ങിച്ചത് ചോദിക്കേണ്ടതായിട്ട്. നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അതിന്റെ പ്രമാണം കാണത്തില്ലേ, രജിസ്റ്റർ ചെയ്യണ്ടേ? അവിടെ മറ്റുള്ളവർക്ക് എങ്ങനെ കൊണ്ടുവന്ന് വീട് വെക്കാൻ പറ്റും? അതാ. പക്ഷെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേസ് കൊടുക്കാമല്ലോ. ഇവിടെയും ഒരു ലോജിക്കും ഇല്ല. ഇതും നമുക്ക് തള്ളാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കോടികളുടെ വസ്തുക്കൾ ആൾക്കാർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ഇതൊന്നും വെള്ളരിക്കപ്പെട്ടണമെന്നല്ല. നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അത് പ്രമാണം ചെയ്തിട്ടാണ് വസ്തു വാങ്ങുന്നത്. അല്ലാതെ ഈ പറയുന്ന വെറുതെ തന്ന വസ്തുവാണോ? അത് ഏതെങ്കിലും സർക്കാർ പുറമ്പോക്ക് സ്ഥലം വല്ലതും താങ്കൾ ഉടായ്പ വഴി വാങ്ങിച്ചോ? എനിക്കതാ അറിഞ്ഞാത്തത്. നമുക്കറിയില്ല ഏത് ലാൻഡാണ്, എവിടെയാണ് എൻ്റെ ലാൻഡ് എന്ന് എനിക്കറിയില്ല. എന്നൊക്കെ കോടിയാ ആ ലാൻഡൊക്കെ. ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 2 കോടിയൊക്കെയാണ് ഒരു സെന്റ്. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. എവിടെയാണ് എന്റെ ലാൻഡ്? ഇപ്പൊ എന്റെ വില ഒരു
സെന്റിന് 2 കോടി രൂപയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. പ്രമാണം ഇല്ലേ ശീലാമ്മ? പ്രമാണം ഉണ്ടോ ഇല്ലേ? പ്രമാണം ഇല്ലാതെയാണോ നിങ്ങൾ വാങ്ങിച്ചത്? എനിക്കതാണ് അറിയാനുള്ളത്. എനിക്ക് മനസ്സിലാവില്ല എന്താണ് പറയണത്. ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ കൊണ്ടുവന്നത്? ഞാൻ ഓർക്കും നമ്മളൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഒരു ഏരിയക്കാരൻ്റെ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ മകളായിട്ട് ജനിച്ചു. ഇത്ര ഈ നിലയിൽ നിൽക്കുന്നതന്നെ വലിയ കാര്യമല്ലേ. എന്നാലും നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ പോയി എന്ന് പറയാൻ ഓർക്കുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമമുണ്ട്. ഇല്ലെന്ന് പറയുന്നു. ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ പോകുമ്പോൾ മനസ്സിന് വിഷമമുണ്ട്. പക്ഷെ ഇവിടെ അത് പോയോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. എന്തെങ്കിലും ഓർമ്മക്കുറവുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഓർമ്മക്കുറവുണ്ടോ എന്നുള്ളത്. കാരണം ആ ഒരു പിന്നെ നമ്മുടെ ഈ അവിടുത്തെ സെർവന്റിന്റെ കേസ് പറയുമ്പോഴും അവിടെയും പോലീസിന് പോയിട്ട് ഒരു സ്വർണ്ണ മോഷണം പോയിട്ട് 5 സെർവന്റിനെ പിടിച്ചിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ താങ്കൾക്ക് എന്തെങ്കിലും ഓർമ്മ പെശക് ഉണ്ടോ എന്നുള്ളത്. അതുപോലെ വസ്തു വാങ്ങിച്ചു എന്ന് പറഞ്ഞു ഒരുപാടടുത്ത് വസ്തു വാങ്ങിച്ചു വെച്ചു എന്ന് പറയുന്നത് അതിനൊന്നും പ്രമാണമില്ല. അവിടേക്കും പലരും വീട് വെച്ച് കെട്ടിക്കുന്നത് പ്രമാണമുള്ള വീട് വെച്ച് കെട്ടി കുട്ടി കേസ് കൊടുക്കണം. അവരെ പിടിച്ച് കിട്ടത്തില്ലേ? എന്ത് ലോജിക്കില്ലാത്ത കാര്യമാണ് പറയണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഓർമ്മക്കുറവായിരിക്കും. അതെ അതെ. കാരണം ഇപ്പത്തെ പോലത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ. ശീലാമ്മയൊക്കെ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഫുൾ ടൈം ഇപ്പോഴാണല്ലോ കാരവാനായി ഒരു പടത്തിന് പോയി അഭിനയിച്ച് 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കോൾ ഷീറ്റ് കൊടുത്ത് ഒരു പടം തീർന്നു. അന്ന് അങ്ങനെയല്ല. 7 to 1, 10 to 2 രാത്രിയെല്ലാം വർക്ക് ചെയ്യണം. ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങൾ കാശുണ്ടാക്കിയത്. വെറും സാധാരണമായിട്ടല്ല കാശുണ്ടാക്കിയത്. തിരിച്ചു കിട്ടിയോ ശീലാമ്മയ്ക്ക്? പോയി കിട്ടിയില്ല. അത് FIR ചെയ്തു, പോലീസുകാർ വന്നു. പിന്നെ എപ്പോ നോക്കിയാലും പോലീസൊക്കെ ഇവിടെയൊക്കെ എങ്കിലും ഇരിപ്പുണ്ടാവും. ഞാൻ പറഞ്ഞു പോട്ടെ, എന്തായാലും പോട്ടെ. അവർ ഒരുപാട് ശ്രമിച്ചു കേട്ടോ. അന്നത്തെ IG ആയിരുന്ന ജോർജ് എന്ന് പറഞ്ഞൊരു ആളാണ് IG അവരൊക്കെ ഒരുപാട് ശ്രമിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞ അവരെന്തിനാണ് വെറുതെ ഈ പറയുന്ന അവരെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? 5 പേരുടെ പേരിലും കുറ്റം ആരോപിക്കുന്നത് ശരിയല്ലെന്ന് ഞാനത് വിട്ടു എന്നാ ശീലാമ്മ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് FIR ഇട്ടു, IG വരെ ഇടപെട്ടു ഈ സാധനത്തിനകത്ത്. നോട്ട് ദ പോയിന്റ്. IG വരെ ഇടപെട്ടിട്ടും തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരെ പിന്നെ മോഷ്ടിച്ചില്ല എന്നറിഞ്ഞതിന് ശേഷമാണ് ഇട്ടത്. അപ്പൊ അതുകൊണ്ടാണ് അത് കിട്ടി. അതായത് എനിക്ക് തോന്നുന്നു ഇവരുടെ ശീലാമ്മ മനഃപൂർവ്വം പറയുന്നതാണെങ്കിലും ഓർമ്മക്കുറവാണ് ഉള്ളതാണ്. ഇത്രയും സംഭവം പോയി എന്ന് വയസ്സാകുമ്പോഴുള്ള ഒരു ഓർമ്മക്കുറവായിരിക്കാം. അല്ലെങ്കിൽ IG വരെ ഇടപെട്ടിട്ട് അവിടെ നിൽക്കുന്ന ഒരു സെർവന്റ് ഇത്രയും 10-45 പവൻ അടിച്ചുകൊണ്ട് പോയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ശീലാമ്മ നേരത്തെ പറഞ്ഞെന്താണ്, ഞാനത് കേസ് വേണ്ടാന്ന് പറഞ്ഞു. കേസ് വേണ്ടാന്ന് പറഞ്ഞാൽ തെളിവില്ലാതെ കേസ് പോയതാണ്, കേസ് തള്ളിപ്പോയതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നും കിട്ടിയില്ല. അന്നത് 48 ഒരു 1/2 പവൻ പോലും തിരിച്ചു കിട്ടിയില്ല. അത് ഇപ്പൊ സ്വർണത്തിന് അത് വില ഭയങ്കര കൂടുതലല്ലേ. 48 ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറയുമ്പോ ഇന്ന് ഇന്നത്തെ വില ഒന്ന് ആലോചിച്ചു. അത് ഒരു 6 കൊല്ലത്തോളായി. അതെ അതെ അതെ. ഇന്ന് ഇരട്ടിയുടെ വില. അത് ഭയങ്കര ഒരു ദുഃഖമായി പോയി. അത് ദുഃഖം തന്നെ. അതെ, കേൾക്കുമ്പോ ഞങ്ങൾക്കും ഭയങ്കര ദുഃഖം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് പോകുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ഇപ്പോഴും മനസ്സിലൊരു അതൊക്കെ ഉണ്ടാവല്ലോ. ഇല്ലെന്ന് പറയാനൊക്കില്ല. അത് തന്നെയാണ് വേദന എന്ന് പറഞ്ഞാൽ അതും അല്ല. ഒരു പകുതിയായില്ലോ നമുക്ക്. എനിക്കൊക്കെ, നിങ്ങളൊക്കെ കൊച്ചു പിള്ളേര് പകുതിയായി. ഇതാണ് ശരി, പോയാ പോട്ടെ, ദൈവം എത്രയോ വിധിച്ചിട്ടുള്ളൂന്ന് വിചാരിക്കും. ഇപ്പൊ എന്റെ അമ്മയൊക്കെ മരിച്ചു, അതിനേക്കാളാണോ ഈ വലിയ ആപന്നങ്ങളൊക്കെ? ആലോചിച്ചു നോക്കല്ല, പോട്ടെ. ഓക്കെ, എന്റെ അമ്മയൊക്കെ മരിച്ചു, അതിനെക്കാട്ടും വലുതൊന്നും അല്ലല്ലോ ആഭരണങ്ങൾ എന്നുള്ളതാണ്. ഇനി ശീലാമ്മ തള്ളുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയത്തില്ല. ഇവര് തള്ളുന്നതാണ് എന്ന് ഞാൻ പറയത്തില്ല. ഓർമ്മക്കുറവായിരിക്കും, അങ്ങനെ ഒരു ചിന്തയായിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. ആരൊക്കെ അടിച്ച് ചിലപ്പോൾ ഒരു സംശയം രോഗം, എൻ്റെ ഇത്രയും സ്വർണ്ണങ്ങൾ പോയി എന്നുള്ളൊരു സംശയമായിരിക്കാം. ഈ സ്വർണത്തിന്റെ കേസായാലോ ഈ പറയുന്ന വസ്തുവിന്റെ കേസ്, രണ്ടും നമുക്ക് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരത് ഈ പറയുന്ന എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പറയുന്ന 50ഓളം വരുന്ന പവൻ അടിച്ചുകൊണ്ട് പോകുക, അത് IG ലെവലിൽ അന്വേഷിച്ചിട്ട് ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല.
സർവന്റിന് ആരെന്നറിയാം, സർവന്റ് ഒന്നും ഒളിവിലല്ല, 5 സർവന്റിനെ വിളിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവരത് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ്. അപ്പം ആ തെളിവില്ലാത്തത് കൊണ്ട് ആ കേസ് തള്ളിപ്പോയി. അടുത്ത വസ്തുവിന്റെ കേസ് പറയുന്നു, കോടിക്കണക്കിന് രൂപയുള്ള വസ്തുക്കൾ പലരും തട്ടിയെടുത്തു എന്ന് പറയുന്നു. പലരും എങ്ങനെ തട്ടിയെടുക്കും എന്നുള്ളതാണ്. നമ്മളൊരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്താണ് നമുക്ക് വസ്തു വാങ്ങുന്നത്. ഓക്കെ, അതിന്റെ രജിസ്ട്രേഷൻ കാണും, പ്രമാണം കയ്യിൽ കാണും. പ്രമാണമില്ലാതെ വസ്തു എങ്ങനെയാണ് വാങ്ങുന്നത്? അപ്പൊ അവിടെയും പലരും അതിന്റെ വസ്തു കൈയടക്കി എന്ന് പറയുമ്പോൾ വല്ല പുറം പോക്കും നിങ്ങൾ ഈ പറയുന്ന എന്താണ് നിയമപരമല്ലാത്ത പല കേസുകളും ഇല്ലീഗലായിട്ട് സാധനം ഒപ്പിച്ചു എന്ന് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ പറയുന്ന സത്യമാണ്. അപ്പൊ അവിടെയും ചെറിയ എന്താണ് ഈ പറയുന്ന മിസ്റ്റേക്ക് ചെറുതല്ല, അത് വളരെ എവിഡന്റ് ആണ് എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ലോജിക്കലി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു വയസ്സാം ഈ പറയുന്ന ഒരു ഓർമ്മക്കുറവാണ്. അവരത് മനഃപൂർവ്വം പറയുന്നത് ഞാൻ വിശ്വസിക്കും, പക്ഷെ അത് ഓർമ്മക്കുറവാണ്. ഓർമ്മക്കുറവിന്റെ പുറത്താണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യും. ഇതിൽ വല്ല കാര്യം സത്യം കാണും. നമുക്ക് കാണാം. ജയ് ഹിന്ദ്.